ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെട്ടേൽക്കുന്ന സമയത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട മുസ്ഹഫാണിത്. വേണ്ടതെല്ലാം കിട്ടുന്ന താഷ്കന്റിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഉസ്ബെക്കിസ്ഥാനിലെ സ്ട്രീറ്റാണ് ഇത്. അസ്സലാമു അലൈക്കും. ഉസ്ബെക്കിസ്ഥാനിലാണുള്ളത്. വന്നിട്ട് ഒരു ദിവസമായി. രാവിലെ 9 മണിക്ക് കൊച്ചിയിൽ നിന്ന് കയറിയിട്ട് 12:30 ഡൽഹിയിലെത്തി. പിന്നെ ഒരു 8 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. ഡൽഹിയിലാണെങ്കിൽ ഭയങ്കര ചൂട്, എന്തൊരു ചൂടായിരുന്നു. പിന്നെ രാത്രി 8:50 അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ്. എനിക്ക് ടെർമിനൽ മാറി കയറാണ്ടായിരുന്നു. വൈകുന്നേരം 4 മണി ആയപ്പോഴേക്കാണ് എനിക്ക് അടുത്ത ടെർമിനലിലേക്ക് കയറാൻ പറ്റിയത്. അതുവരെ പുറത്തായതുകൊണ്ട് ഭയങ്കര ചൂട്, ബോഡി ആകെ ക്ഷീണിച്ച്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് രാത്രി 8:50 ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് 9:30 സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ രാത്രി ഒരു 1:30-2 മണി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഇവിടുത്തെ ഇമിഗ്രേഷന് ഒരുപാട് ആളുകൾ. ഇമിഗ്രേഷൻ സുഖമാണ്, കൂടുതലൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, വലിയ ലൈനായിരുന്നു. പിന്നെ അതിനുശേഷം സിം എടുക്കുക, കറൻസി എക്സ്ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് ഡിലേ ആയിട്ട് ഇവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു 3 മണിയായിക്കണ് കിടക്കാനായപ്പോൾ. ഞാനിപ്പം താഷ്കന്റിലെ ഒരു ഹോസ്റ്റലിലെ മുമ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല ക്ഷീണം വന്നു. അപ്പോൾ ഇന്നലെ ഫുൾ റെസ്റ്റായിരുന്നു. ഇന്ന് താഷ്കന്റിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോവാണ്. നമുക്ക് ഒരുമിച്ച് കാണാം. ഇതാണ് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റൽ. ദ ടോപ്പ് ഹോസ്റ്റൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലെനിക്ക് സ്റ്റേ ചെയ്യാനുള്ള ഈ ഹോസ്റ്റലിൽ എനിക്കൊരു ബെഡാണുള്ളത്. അതിന് ഇവിടുത്തെ 1,20,000 സോമാണ്. 1,20,000 സോം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. 1,20,000 792 രൂപയാണ് ഒരു ദിവസത്തെ എനിക്ക് ഇവിടുത്തെ സ്റ്റേൻ്റെ ചിലവ്. ഇവിടുത്തെ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ നാട്ടിലെ 660 രൂപയാണ്. അപ്പോൾ അത്രയും ചീപ്പ് കറൻസിയാണ് ഇവിടെ ഉള്ളത്. ഇതുണ്ട്, അതാണ് ഇവിടുത്തെ 1 ലക്ഷത്തിൻ്റെ നോട്ട്. ഉണ്ട്, ഇത് 1 ലക്ഷത്തിൻ്റെ നോട്ടാണ്. ഇത് 1000-ൻ്റെ നോട്ടാണ്. ഇത് 2000-ൻ്റെ നോട്ടാണ്. ഇത് 5000-ൻ്റെ നോട്ടാണ്. അങ്ങനെ ചെറിയ ചെറിയ നോട്ടുകളൊന്നുമില്ല. 5000, 2000, 10,000, 1 ലക്ഷത്തിൻ്റെ നോട്ടുകളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് യാത്ര തുടരുകയാണ് ഹോസ്റ്റലിന്. അപ്പം എൻ്റെ കൂടെ വേറെ ആളും കൂടി ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. ആഷിഖ് ഹുദവി. അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് നിങ്ങളൊന്ന് പേരും കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാൽ. ഞാൻ ആഷിഖ് ഹുദവി, നാട്ടില് ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്നു. സിയാറത്തൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ഇനിയിപ്പം ഇവിടുത്തെ ഒരു വലിയൊരു മാർക്കറ്റ്, താഷ്കന്റിലെ ഒരു മാർക്കറ്റ്, അത് കാണാൻ വേണ്ടി പോവാണ്. പോയോക്കല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു ഫുട്പാത്താണ് ഈ കാണുന്നത്. എന്ത് വൃത്തിയാന്ന് നോക്ക്. 2 സൈഡിലും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഇവിടുത്തെ ഹൈവേ ആണ്. ഹൈവേൻ്റെ അടുത്ത് തന്നെ സെക്യൂരിറ്റി ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്ത്. ഇവിടെ യാൻഡെക്സ് ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റും. യൂബർ വർക്കിംഗ് അല്ല, യാൻഡെക്സ് ആണുള്ളത്. അപ്പോൾ അതുവഴി ടാക്സി ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇനി ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ബസാർ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ വിശേഷം എങ്ങനെയാണ്? ഇവിടുത്തെ രാവിലത്തെ വൈബ് അല്ലേ? ആ, നല്ല ക്ലീനിങ് ഇല്ലേ, വൃത്തി. അപ്പം നമ്മളിവിടെ ഒരു മാർക്കറ്റിൽ വന്നതാണ്. ചോർസു ബസാർ, താഷ്കന്റിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്കാണ് പോണത്. ഇതുണ്ടോ, മൃഗത്തിൻ്റെ നാവ്, കാല്, വാല്. അപ്പോൾ നമ്മളിതേ ചോർസു ബസാറിൻ്റെ ഒരു ഉള്ളിലെത്തിയിട്ടുണ്ട്. ഉള്ളിലല്ല, ഇതിൻ്റെ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഉള്ളിൽ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ആ ബസാറിൻ്റെ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഇറച്ചിയാണ് ഈ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. പല ഐറ്റംസിലുള്ള സ്പൈസസ് ആണ് കേട്ടോ ഈ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ഓ, ഇത് ഫുള്ള് മീറ്റിൻ്റെ പരിപാടികളാണ്. ഇത് കണ്ടോ, എന്തോരം ഇറച്ചികളാണ്. ഇതുണ്ടോ, മീറ്റിൻ്റെ പല സംഗതികളാണ്. ഇതാണ് ചോർസു ബസാറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കണ്ടോ. ഇതിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തോരം കച്ചവടങ്ങളാണ് നടക്കുന്ന നോക്ക്. ഇതൊക്കെ മീറ്റുകളാണ് കേട്ടോ കൂടുതലായിട്ട്. ഇവിടെ സ്പൈസസ് ഉണ്ട്, ആ ഭാഗത്തൊക്കെ മീറ്റുകളാണ്. ഇവിടെ കുറേ നട്ട്സുകളും പരിപാടികളും ഉണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം നട്ട്സുകളാണ്. ഈ കാണുന്നതെല്ലാം നട്ട്സിൻ്റെതാണ്. പലതരം ചായപ്പൊടികളാണ് ഈ കാണുന്നത് കേട്ടോ. പല വെറൈറ്റികൾ ഉള്ളുണ്ട്. 25. ഓക്കെ, 25,000 പറഞ്ഞാൽ 125 രൂപ ഫോർ 100 ഗ്രാം. 100 ഗ്രാമിന് 230, 220 ഒക്കെയാണ് ഇതിൻ്റെ വില വരുന്നത്. പല വെറൈറ്റികളിലുള്ള ചായപ്പൊടികളാണ് ഈ കാണുന്നത്. ഇതും ചായപ്പൊടികളാണ് കേട്ടോ. ഏകദേശം 100-ലേറെ വർഷം പഴക്കമുണ്ട് ഈ ചോർസു ബസാർ എന്ന ഈ ഒരു മാർക്കറ്റിന്. താഷ്കന്റിൽ ഒരുപാട് പേർക്ക് അന്നം നൽകുന്ന മാർക്കറ്റാണിത്. കച്ചവടം നടത്തി വരുമാനം ഉണ്ടാക്കാനും തുച്ഛമായ വിലക്ക് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ചോർസു ബസാർ. ബസാറിൻ്റെ പഴയ നിർമ്മാണങ്ങൾ ചിലതൊക്കെ തകർന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെ പഴക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്നതുണ്ടല്ലോ, കുതിരയുടെ ഇറച്ചിയാണ് വിൽക്കുന്നുണ്ടോ. ഇതാണ്ടോ, കുതിരയുടെ ഇറച്ചിയാണ് ഈ വിൽക്കുന്നത് പല ഭാഗങ്ങളായിട്ട്. ഉപ്പിലിട്ടതാണ് ഈ കാണുന്നത്, ഉപ്പിലിട്ട വെജിറ്റബിൾസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി ഇവിടെ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുത്തെ ബസ്സുകളുണ്ട്, ഇലക്ട്രിക് ബസ്സുകളാണ് ഈ കാണുന്നത്. പിന്നെ ഷെവർലെറ്റിൻ്റെ കാറുകൾ ഇഷ്ടം പോലെ ഇവിടെ കാണാൻ പറ്റും. ബൈക്കുകൾ ടൗണിലില്ല. ഇവിടുത്തെ ഫുട്പാത്താണ് ഈ കാണുന്നത് കേട്ടോ. എന്ത് വൃത്തിയാ നോക്ക്.
അപ്പോൾ ഞാനേ ഹസ്രത്തി ഇമാം കോംപ്ലക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത്. ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഗൂഗിളിലെ ലൊക്കേഷനിലല്ല ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ് ഇപ്പോൾ ഉള്ളത്. അത് ഇവിടെ വന്നിട്ട് ചോദിക്കേണ്ടി വരും. ഇവിടെ കണ്ട പുരാതനമായ നിർമ്മാണങ്ങളാണ്. ഇവിടെ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുള്ള മുസ്ഹഫ് ഉണ്ട്. ഹിജ്റ 35-ാം വർഷം ദുൽഹിജ്ജ 18-നാണ്, ഒരു വെള്ളിയാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെടുന്നത്. അദ്ദേഹം രക്തസാക്ഷിയായി വീഴുന്നത്. സൂറത്തുൽ ബഖറയിലെ ഫസയക് ഫീക്കഹുമുള്ള എന്ന ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നതും കൊല ചെയ്യപ്പെടുന്നതും. നിങ്ങൾക്ക് അല്ലാഹു മതി എന്ന ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ വെട്ടേൽക്കുന്ന സമയത്ത് ഓതിയ ഖുർആനാണ് ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ സൂക്ഷിച്ച ഖുർആൻ എന്നാണ് ചരിത്രം പറയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തം പുരണ്ട മുസ്ഹഫാണ് എന്ന് വിശ്വസിക്കാം. ഫിത്നത്തുൽ കുബ്ര എന്ന പേരിലാണ് ഈ ഒരു സംഭവത്തെ ചരിത്രം ഓർക്കുന്നത്. ശരിക്കും ആ ഒരു സംഭവം വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്ന ഒരു സംഗതി എന്നുള്ളത്. വ്യാഴാഴ്ച രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് വലിയ പ്രശ്നം നടക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരുപാട് ആളുകൾ വളഞ്ഞ് ഉപരോധം നടത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വെള്ളം കൂടിയും കൊടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഉപരോധം തീർക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാഴാഴ്ച രാത്രി എന്ന് പറയാണ്, നിങ്ങളിപ്പം അവരോട് യുദ്ധം ചെയ്താൽ നിങ്ങൾ വിജയിക്കും, പക്ഷേ നിങ്ങൾക്ക് നാളെ എൻ്റെ കൂടെ വേണമെങ്കിൽ നോമ്പ് തുറക്കാം എന്ന ഓഫറാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചത്. യാ ഉസ്മാൻ അഫ്തിറ ഇൻദന അല്ലൈല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നോമ്പ് തുറക്കുക എന്നുള്ളത്. അങ്ങനെ പിറ്റേന്ന് വെള്ളിയാഴ്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്ന സംഭവം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ ലജ്ജയുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലജ്ജ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പലപ്പോഴും പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് 4-മതായിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ളത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ ഒരാളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മകളെ വിവാഹം കഴിച്ച വലിയൊരു മഹാനാണ്. ആദ്യം റുഖിയ ബീവിയെ കഴിച്ചു. അങ്ങനെ ബദർ യുദ്ധ സമയത്താണ് റുഖിയ ബീവിക്ക് അസുഖമാവുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ബദറിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, ഭാര്യനെ നോക്കിയാൽ മതി, ബദറിൽ പങ്കെടുത്തിൻ്റെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ പറഞ്ഞ സംഭവം. പിന്നെ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം റുഖിയ ബീവി വഫാത്താകുകയാണ് ഉണ്ടായത് റളിയല്ലാഹു അൻഹ. പിന്നീട് അതിനുശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മകൾ. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവരും വഫാത്തായി. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഇനിയൊരു മകൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വിവാഹം കഴിപ്പിച്ച് തരുമായിരുന്നു എന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്ത് ദീനിന് വേണ്ടി ഒരുപാട് ചെലവഴിച്ച മനുഷ്യനാണ്. ഹസ്രത്ത് ഇമാം കോംപ്ലക്സ് എന്നൊരു കോംപ്ലക്സിൻ്റെ അകത്താണ് ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്ഹഫ് സൂക്ഷിച്ചതും. പിന്നെ അതിനോടൊപ്പം തന്നെ കഫാൽ ഷാഹി എന്ന ഒരു മഹാന്റെ മസാർ ഇവിടെ ഉണ്ട്. ഏകദേശം 1000 വർഷം മുന്നൊക്കെ ജീവിച്ച മഹാനാണെന്നാണ് പറയപ്പെടുന്നത്. അബൂബക്കർ മുഹമ്മദ് ബിൻ അലി ബിൻ ഇസ്മായിൽ അൽ കഫാൽ അൽ കബീർ അഷാഹി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേര്. ചെറുപ്പത്തിൽ തന്നെ മതവിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോവുകയും പിന്നീട് ഖുറാസാനിലേക്ക് പോവുകയും പിന്നെ ബാഗ്ദാദിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജാഫർ മുഹമ്മദ് ബിൻ ജരീർ അത്തബിരിയാണ് പ്രധാന ഉസ്താദ്. അങ്ങനെ ഈ തെബിരി എന്ന മഹാൻ വഫാത്താകുന്ന സമയത്ത് 84 വർഷമാണ് ജീവിച്ചത്. അങ്ങനെ അദ്ദേഹം ബാഗ്ദാദിൽ വെച്ച് വഫാത്താകുന്ന സമയത്ത് ഈ കഫാൽ ഷാഹി ഇമാമിന് 19 വയസ്സാണ്. അത്രയും ചെറുപ്പത്തിൽ ഇൽമിലുമായി ബന്ധപ്പെട്ട് പഠനം തുടങ്ങിയിട്ടുണ്ട് കഫാൽ ഷാഹി ഇമാം. അതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമാം ബുഖാരി എന്നൊരു സ്ഥാപനം കാണാം. അതൊരു യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇമാം ബുഖാരിയുടെ പേരിലുള്ള. സമയക്കുറവുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അകത്തൊന്നും കയറിയില്ല. അകത്ത് കയറാൻ പറ്റുമെന്ന് അന്വേഷിച്ചിട്ടില്ല. ഏതായാലും അതിൻ്റെ പുറത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഗോൾഡ് കളർ ഇത് ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കാരവൺ. ഞങ്ങൾ ഇവിടുന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. ആഷിഖുദവി ഇപ്പം കാറിൽ കയറി എയർപോർട്ടിലേക്ക് പോയി. അദ്ദേഹം ഇനി നാട്ടിലേക്കാണ്. അദ്ദേഹം വന്നിട്ട് ഒരാഴ്ചയുടെ മേഖലയിലായി. ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു. ഞാൻ ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇത് കണ്ടോ, അത് നമ്മളെ നാട്ടിൽ കാണുന്ന മൾബറിയുടെ മരമാണ്. ഇങ്ങനത്തെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ ഫുട്പാത്തിലുണ്ട്. നല്ല മൾബറി ഉണ്ട്, ഇതിമുണ്ട്. ഞാൻ അങ്ങനെ ഒരു ടാക്സി എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് സമർക്കന്ദിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അതിനുവേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് താഷ്കണ്ട് റെയിൽവേ സ്റ്റേഷൻ. നോക്ക് എന്ത് വൃത്തിയാണ്. നോക്ക് ഇവിടുത്തെ വൃത്തിയെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല. എക്സലൻ്റ് ആണ്. എത്ര വൃത്തിയിലാണ് കൊണ്ടെടുക്കാൻ. നോക്ക് ഒന്നുമില്ല, റോഡിലൊരു വേസ്റ്റോ ഒന്നുമില്ല. പിന്നെ എല്ലായിടത്തും ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല
നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്. ഒന്നും കാണാൻ കഴിയില്ല, വേസ്റ്റ് ഒന്നും കാണാൻ കഴിയില്ല. ഇവിടെ ഉണ്ടോ, അവിടെ സ്കാനിങ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുക സ്റ്റേഷൻ്റെ. ഞാനിപ്പോൾ കയറി ചെല്ലുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കാണ്. അത് നോക്ക്, എന്ത് വൃത്തിയാണ്. ഒരു എയർപോർട്ടിൻ്റെ ഫീലില്ലേ, ചുറ്റുഭാഗത്തും മനോഹരമായ കടകൾ. അപ്പോൾ ടിക്കറ്റ് കിട്ടുന്നത് ഇതിൻ്റെ അകത്തുനിന്നല്ല, പുറത്തുനിന്നാണ്. ഇതും റെയിൽവേൻ്റെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ആയിരിക്കും ചിലപ്പം ടിക്കറ്റ് എടുക്കേണ്ടത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് തോന്നുന്നു. ഉള്ളിൽ പോയി നോക്കട്ടെ. ഇത്ര വലിയ ബിൽഡിംഗ് ആണ് കണ്ടോ. അതാണ് നമ്മൾ കണ്ട നേരത്തെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ കയറിയത്. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടോ ടിക്കറ്റ് എടുത്തു. ഇവിടെ ടിക്കറ്റ് എടുക്കൽ ഉള്ളിൽ കയറിയിട്ട് അവിടെ മെഷീൻ ഉണ്ടാവും. അതിൽ ഇങ്ങനെ ഒരു റെസിപ്റ്റ് എടുക്കണം. എന്നിട്ട് ഈ നമ്പർ ഒരുപാട് കൗണ്ടർ ഉണ്ട്. ഈ നമ്പർ വരുമ്പോൾ നമ്മൾ ആ കൗണ്ടറിൽ കയറുക, എന്നിട്ട് ടിക്കറ്റ് എടുക്കലാണ്. ഇതുണ്ടോ, ഇവിടുന്ന് എയർപോർട്ടിലേക്കുള്ള ബസ്സുണ്ട്. അപ്പോൾ നിങ്ങൾ ബുഹാറയിൽ നിന്നൊക്കെ നേരിട്ട് താഷ്കണ്ട് എയർപോർട്ടിലേക്ക് വരികയാണെങ്കിൽ താഷ്കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ബസ്സിൽ കയറിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റെസിപ്റ്റ് ഇതിൻ്റെ നമ്പർ നോക്കുമ്പോൾ ഒരുപാട് വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ എടുക്കാൻ പറ്റുമോ നോക്കി. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ എൻ്റെ സമർക്കന്ദിലേക്കുള്ള ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കിട്ടി. എനിക്കിത് മതി നാളെ യാത്ര ചെയ്യാൻ. വരി നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ പഠിച്ചു. അങ്ങനെ ഞാനിവിടെ കുറച്ച് കണ്ട് ഹൈവേൻ്റെ അടുത്ത് പോന്നു. ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷന്. ഇവിടെ കണ്ട് ഇരിക്കാനുള്ള നല്ല മനോഹരമായ സ്ഥലം കണ്ടോ. ചുറ്റുഭാഗത്തും പൂക്കളുണ്ട്. ഇതിൻ്റെ അടിയിലൂടെ റോഡ് പോകണുണ്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് അടിയിലൂടെയാണ് ഈ റോഡ് പോണത്. എന്ത് മനോഹരമായ റോഡുകളാണല്ലേ. ഈ പൂക്കളൊക്കെ കണ്ട് എന്ത് രസമുള്ള പൂക്കളാണ്. ഇപ്പോൾ ഇരിപ്പിടം കണ്ടില്ലേ. ഇപ്പം ഇതിന് ഫണ്ട് അനുവദിച്ച് ആരാന്നില്ല, അതിനുള്ള ബോർഡുകളില്ല. നല്ല മനോഹരമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഞാൻ ഇവിടുന്ന് ഒരു ടാക്സി എടുത്ത് പോവാണ് വേറെ സ്ഥലത്തേക്ക്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിൻ്റെ പേരിൽ ഒരു സ്ട്രീറ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ട്രെയിനിൻ്റെ ബോഗിയുണ്ടോ, റോഡ് സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ കാണുന്നതാണ്. ഇവരെ തെരുവ് പോലെ തന്നെ ഇവരുടെ കാറിൻ്റെ അകത്തൊക്കെ ഭയങ്കര വൃത്തികേട്ടോ. ഇതുണ്ടോ, സാധാരണ നമ്മളൊരു യൂബർ ടാക്സി ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസ്ഥ. ഇവിടുത്തെ യൂബറാണിത്, യാൻഡെക്സ്. പക്ഷേ ഈ ടാക്സി അവരെത്ര വൃത്തിയിലാണ് കൊണ്ടെടുക്കുന്നത് നോക്ക്. ഇതുണ്ടോ, സൈഡിലൊന്നും അഴുക്കോ ഒന്നുമില്ല, നല്ല ക്ലീനായി കൊണ്ടെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ടാക്സി ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ട് 150 മീറ്റർ. ഇവിടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലാണ്. അദ്ദേഹം എവിടെ വെച്ചിട്ടാണല്ലോ മരണപ്പെട്ടത്. എന്തൊരു സമാധാനപരമായിട്ടാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്. ഒരു ഹറിവറിയില്ല, ഹോണടിയില്ല, തിരക്കില്ല. എല്ലാവരും അതിൻ്റേതായ നിയമങ്ങൾ പാലിച്ചിട്ടുള്ള പരിപാടിയാണ്. ഭയങ്കര അത്ഭുതം തോന്നുന്നു. ഗൂഗിൾ മാപ്പിൽ കാണിച്ച സ്ഥലം ഇവിടെ എത്തി, പക്ഷേ ഇവിടെ കാണുന്നില്ല ലാൽ ബഹദൂർ ശാസ്ത്രിൻ്റെ സ്ട്രീറ്റ്. ഇതാണ് ഇങ്ങനെ സംഗതി ഉണ്ട്. അപ്പോൾ ഈ മുന്നിൽ പോകണ ആളോട് ചോദിച്ചപ്പോൾ കുറച്ചുകൂടിയും പോകണമെന്ന് പറഞ്ഞു മുന്നിൽ. ഇത് ഞാനിവിടെ വന്നിറങ്ങിയ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ഇതാണ് ടാക്സി ഇവിടെ വന്നിറങ്ങിയ സ്ഥലമാണ് ഇവിടെ. അതിൻ്റെ അവിടെയാണ് ഈ ശാസ്ത്രിയുടെ പ്രതിമയൊക്കെ ഉള്ളത്. പക്ഷേ ഞാനിവിടെ വന്നിറങ്ങിയതിന് ശേഷം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം അങ്ങോട്ടൊരു 100 മീറ്ററും കൂടി നടക്കാനുണ്ട് കാണിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. ശരിക്കും ഇവിടെ ഇറങ്ങിയാൽ ഈ കാണുന്നതാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലുള്ള പ്രതിമയും ആ ഒരു സ്ട്രീറ്റും. ഇപ്പോൾ ശാസ്ത്രിയുടെ പ്രതിമയാണ് അവിടെ ഉള്ളത്. ഇതിങ്ങനെ ഒരു പാർക്ക് മോഡലാണ് കേട്ടോ. അവിടെ ഇരിക്കാനും ചുറ്റുഭാഗത്ത് നടക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഈ ഒരു തണലത്ത് പ്രധാനമന്ത്രിയുടെ പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് താഷ്കണ്ടിൽ ഇവിടെ വെച്ചിട്ടാണ് മരണപ്പെട്ടത്. 1904 അദ്ദേഹം ജനിക്കുന്നത്. 4-ാം വയസ്സിൽ അദ്ദേഹത്തിന് സ്കൂളിങ് പഠനം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗാന്ധിജിയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും അതിൽ ഇൻസ്പയർ ആകുകയും അങ്ങനെ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് അദ്ദേഹം വരികയൊക്കെ ചെയ്തു. പിന്നെ അദ്ദേഹം സ്കൂൾ വിട്ടിട്ട് മുഴുവൻ സമരത്തിലേക്ക് ഇറങ്ങി. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാപനം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയപ്പം അതിൽ ആദ്യത്തെ സ്റ്റുഡൻ്റായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുകയും 1925 അദ്ദേഹം ഫിലോസഫിയിലും എത്തിക്സിലും ബാച്ചിലർ ഡിഗ്രി നേടുകയും അങ്ങനെ ശാസ്ത്രി എന്ന ടൈറ്റിൽ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഗ്രാജുവേഷന് ശേഷം പിന്നെ മുഴു സമയം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൽ പങ്കെടുത്തു. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം ഇന്റേണൽ അഫയേഴ്സിൻ്റെ മിനിസ്റ്ററായിട്ട് നിയോഗിക്കപ്പെട്ടു. റെയിൽവേ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മന്ത്രിയായി. പിന്നെ 1964 ജവഹർലാൽ നെഹ്റു മരിച്ചപ്പം പാർട്ടിയിലെ അധിക ആളുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അധിക ആളുകളും അടുത്തതായി സജസ്റ്റ് ചെയ്തത് ശാസ്ത്രിയാണ്. അങ്ങനെ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. അതിനിടക്ക് പിന്നെ
പ്രധാനമന്ത്രിയായി നിൽക്കുന്ന സമയത്താണ് ഇന്തോ പാക് യുദ്ധം തുടങ്ങുന്നതും അതിൻ്റെ ഒരു സമാധാന കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് താഷ്കണ്ടിലേക്ക് ക്ഷണിച്ചതും. അങ്ങനെ താഷ്കണ്ടിൽ എത്തിയതാണ് ശരിക്കും പ്രധാനമന്ത്രി. അങ്ങനെ എത്തി അതിൽ ട്രീറ്റിലൊക്കെ അഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് തിരിച്ച് ഹോട്ടലിൽ പോയപ്പോഴേക്കും അസ്വസ്ഥത ഉണ്ടാവുകയും 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ പ്രധാനമന്ത്രി മരിക്കുകയും ചെയ്തു. അത് കൊലപാതകമാണോ സാധാരണ ഫുഡ് പോയിസൺ ആണോ മറ്റെന്തെങ്കിലും ആണോ എന്നത് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല. ദുരൂഹത നിൽക്കുന്ന മരണമാണ്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനുകാർ ശാസ്ത്രിക്ക് ഒരു ബഹുമാനം എന്ന നിലയ്ക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഈ ഒരു സ്ട്രീറ്റിന് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ കൊടുത്തു. ഇവിടുത്തെ റോഡിൻ്റെ പേരുണ്ടോ ശാസ്ത്രി എന്നുള്ള പേരാണ്. ഇവിടെ ഇങ്ങനത്തെ സൈക്കിളുകൾ കിട്ടും കേട്ടോ. ഇവിടെ മഹാത്മാഗാന്ധിൻ്റെ പേരിൽ റോഡുണ്ട്. അങ്ങനെ ഞാനൊരു ടാക്സി എടുത്ത് ഞാനിവിടെ റൂമിൻ്റെ അടുത്തെത്തി. ഇവിടെ ടാക്സിക്ക് വളരെ ചീപ്പാണ് കേട്ടോ. നാട്ടിൽ 100 രൂപ, 50 രൂപ, 60 രൂപ, 70 രൂപയൊക്കെയാണ് 4-5 കിലോമീറ്റർ 10 കിലോമീറ്ററിനൊക്കെ ഉള്ളത്. ഭയങ്കര ചീപ്പാണ് ടാക്സിയൊക്കെ. കാറ്, ബൈക്കല്ല, ബൈക്ക് ഇവിടെ കാണാനല്ല, ഫുള്ള് കാറ് ടാക്സിയാണ്. കൂടുതലും ഗ്യാസിൻ്റെ വണ്ടികളാണ്. ഇവിടുത്തെ ഒരു പ്രീ സ്കൂളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ, എന്താ സെറ്റപ്പില്ലേ, ഉള്ളിലേക്ക് കാണൂല ഒന്നും. ഇവിടെ എല്ലാം പ്രൈവസി ഭയങ്കരമാണ്. ഇങ്ങനെയുള്ള ഹോസ്റ്റലിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ ഈ ബെഡിലാണ് താമസം. 800 രൂപയാണ് നാട്ടിലെ. പിന്നെ നല്ല ബാത്റൂം ഉണ്ടാവും. ഇതാണ് ഇതിലെ ബാത്റൂം ഫെസിലിറ്റി. ടോയ്ലറ്റ്, ഇത് കുളിക്കാനുള്ള സൗകര്യം. ടോയ്ലറ്റിൽ ഫ്ലഷ് ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു കിണ്ടി ഉണ്ടാവും. ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് ഉപയോഗിക്കാം. പിന്നെ ടിഷ്യൂസ് ഇഷ്ടം പോലെ ഉണ്ടാവും. വൈകുന്നേരം മാർക്കറ്റിലൂടെ കുറച്ചൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം വീണ്ടും റൂമിലേക്ക് തന്നെ പോയി. ഇനി നാളെ സമർക്കന്ദിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി കാണാം. 1 മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.